ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് ടു നോ മീ സെഗ്മെൻ്റ് ആയിട്ടാണ്. ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ നമ്മുടെ ചാനൽ തുടങ്ങി അറൌണ്ട് 3.5 years ആയി. ആൻഡ് എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. കാരണം റെഗുലറായിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും റെഗുലറായിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. മാത്രമല്ല സ്റ്റിൽ ഒരുപാട് പേർക്ക് ഞാൻ ഐലൻഡർ മീ എന്ന് പറഞ്ഞ ചാനൽ നെയിമിലാണ് പോകുന്നത് കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പലർക്കും എൻ്റെ പേര് പോലും അറിയില്ല. അപ്പം ഞാൻ ഇന്നാളൊരു ദിവസം പലരുമായിട്ടും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ആക്ച്വലി നിങ്ങളുടെ പേരെന്താ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും ഇങ്ങനൊരു സെഗ്മെന്റ് പൊതുവെ ചാനൽ സ്റ്റാർട്ടിങ്ങിലാണ് എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 3K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു സെഗ്മെന്റ് വെക്കാം. സോ ഇത് എന്തായാലും ഗെറ്റ് ടു നോ മീ സെഗ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ എന്നെ കുറിച്ചുള്ളത്, അപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ന് വന്ന കുറെ മെസ്സേജസ് ആണ്. അപ്പൊ ഞാൻ അതിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ നെയിം? അപ്പൊ ഞാൻ ഇതേപോലെ ചാനലിൽ എന്നും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാറില്ല. സോ മൈ നെയിം ഈസ് സമീറ. ഞാൻ ലക്ഷദ്വീപില് കവരത്തി ഐലൻഡിലാണ് എൻ്റെ നേറ്റീവ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് യു സ്റ്റഡീഡ്? ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വർക്കിംഗ് ടൈമിൽ തന്നെ എനിക്ക് ബോറടിക്കും. എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 years കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. അങ്ങനെ എനിക്ക് ഒരു പാഷനായിട്ടുള്ള ഒരു ജോബായിരുന്നു, ഒരു പ്രൊഫഷനാണ് ഫാഷൻ ഡിസൈനിങ്. അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു സൈഡായിട്ട്. അതൊരു 2 years കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോബിൽ കയറി. ഇപ്പോൾ ബ്രേക്ക് എടുത്ത് ഇരിക്കുന്നുണ്ട് വീട്ടിൽ. സോ അതാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആൻഡ് കരിയർ വൈസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി. യുവർ നേറ്റീവ് ഐലൻഡ് ഇൻ ലക്ഷദ്വീപ്. തേർഡ് ക്വസ്റ്റ്യൻ, മൈ നേറ്റീവ് ഐലൻഡ് ഇൻ ലക്ഷദ്വീപ് കവരത്തി ഐലൻഡ് ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്, ഇഫ് യുവർ ലൈഫ് വാസ് എ മൂവി വാട്ട് വുഡ് ഇറ്റ് ബി കോൾഡ്? എൻ്റെ ഒരു ഇതിലൊരു മൂവി ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മലയാളം മൂവി ഞാൻ കണ്ടത് മറ്റേ ചാർലി മൂവിയാണ്. അതിൽ ടെസ്സ എന്നുള്ള ക്യാരക്ടർ, അത് എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വൈബ്രന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് എന്നെ സങ്കല്പിക്കാറുണ്ട്. അപ്പോൾ അതിലത്തെ ടെസ്സയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു ചാർലി ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ അയാളുടെ കൂടെ അങ്ങനത്തെ ഒരു ചാർലിനെ തേടി പോവുമായിരുന്നു. അത് ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് അടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു 4 വയസ്സ് മുതൽ എനിക്ക് ട്രിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു മൈൻഡിൽ കയറിയതാണ്. സോ ആ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു രീതിയിൽ എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് മൂവി എടുക്കുവാണെങ്കിൽ അതിൻ്റെ പേര് എന്തെങ്കിലും വാൻഡർലസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതായിരിക്കും നല്ലത്. വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് റിയലി മേക്സ് യു ഹാപ്പി, മേക്സ് യു ലാഫ്? എന്നെ ചിരിപ്പിക്കും ഭയങ്കര ചെറിയ കോമഡി എന്തെങ്കിലും. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഒരു വീട്ടിലത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും ഭയങ്കര ചിരിയുള്ള ഒരു വീടാണ്. അപ്പൊ ഇവിടെ ആരും ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നത് കാണാറില്ല. എപ്പോഴും ചിരിക്കും, എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഉമ്മയുടെ ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരും വന്ന് എപ്പോഴും ജോളി ടൈപ്പാണ്. അപ്പൊ എനിക്കൊരു റീസൺ ഒന്നും വേണ്ട ചിരിക്കാനൊന്നും. ഭയങ്കരമായിട്ട് ജോലി അടിച്ച്
ചിരിക്കുന്നെങ്കിലും ചെറിയ റീസൺ തന്നെ മതി, വളിപ്പൊക്കെ കേട്ടാൽ തന്നെ ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ അത്ര സിമ്പിളാണ് ഇതൊക്കെ. വുഡ് യു റാദർ ഹാവ് എ ഹോം ഓൺ ദി ബീച്ച് ഓർ ഇൻ ദി മൗണ്ടെയിൻസ്? ഞാൻ പ്രിഫർ ചെയ്യുക ഒരു വീട്, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എൻ്റെ ഡ്രീം ഹോം ഒക്കെ ഒരു മൗണ്ടെയിൻ. എനിക്ക് മൗണ്ടെയിനർ ലൈഫ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഫുൾ ബീച്ച് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ബീച്ച് ലൈഫിനെക്കാളും, ബീച്ച് ലൈഫ് ഓൾറെഡി ലൈഫിന്റെ ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളത് ബീച്ച് സൈഡൊക്കെ, സോറി, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ബീച്ച് ഇഷ്ടമല്ല എന്നല്ല, ബീച്ച് നമുക്ക് യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ എനിക്ക് കൂടുതൽ അറിയാനും പോവാനും ഒക്കെ താല്പര്യം മൗണ്ടെയിൻ സൈഡാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ്സ് ഇൻ ലൈഫ്? മൈ ഫേവറേറ്റ് തിങ്സ് ട്രിപ്പിംഗ് ഒക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് തിങ് ട്രിപ്പിംഗ്, ടു ബി ഹാപ്പി ഫോർ നോ റീസൺ, അതൊക്കെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് തിങ്സ് ഇൻ ലൈഫ്. വേറെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഫാമിലിൻ്റെ കൂടെ, ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്മോൾ ഹാപ്പിനെസ്. മെയിനായിട്ട് എനിക്ക് ട്രിപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോകുമ്പോൾ പരിചയപ്പെടുന്ന കുറേ ആൾക്കാർ, ഒരുപാട് ഇതുവരെ ട്രിപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. കാര്യം ട്രിപ്പിംഗ് മൈൻഡ്, നമ്മളെ പോലുള്ള മൈൻഡുള്ളവരൊക്കെയാണ് ട്രിപ്പിങ്ങിനും പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നല്ല ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് കണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ അത് ആണ് എൻ്റെ ലൈഫിലെ ഫേവറേറ്റ് തിങ്സ്. എൻ്റെ ലൈഫിലെ ഫേവറേറ്റ് തിങ്സ് ട്രിപ്പിംഗ് തന്നെയാണ്. You only get 3 words to describe yourself. What are they? എന്നെ അങ്ങനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും സ്മാർട്ട്, ലൈവ്ലി ആൻഡ് വർക്കഹോളിക്. ഞാൻ സ്മാർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ലേസി ആയിട്ട് അല്ലെങ്കിൽ എനർജി ഇല്ലാണ്ടൊന്നും ഇരിക്കാറില്ല. എന്തെങ്കിലും വൈബ്രൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. സോ അതായിരിക്കും എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലൈവ്ലി ആണ്, എപ്പോഴും ലൈവ്ലി ഒരു ഫീലാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യനെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഫ് യു കുഡ് ബി എനി ആനിമൽ, വാട്ട് വുഡ് യു ബി? അങ്ങനെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ സെക്കൻഡ് ബർത്തിൽ അങ്ങനെ വിശ്വസിക്കാറില്ല, എങ്കിലും ഇൻ കേസ് അങ്ങനെ ഒരു സെക്കൻഡ് ബർത്ത് ഉണ്ടെങ്കിൽ ഐ ചൂസ് മൈഗ്രേറ്ററി ബേർഡ്സ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്നത് ഈ ബേർഡ്സിന്റെ. എനിക്ക് പറക്കാനുള്ള കഴിവ് ഉണ്ടാവണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും. എപ്പോഴും എനിക്കറിയില്ല, അതെപ്പോഴും ചെറുപ്പം മുതൽ എനിക്ക് എൻ്റെ തോട്ട്സിലുള്ളതാ, നമുക്ക് വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം. ഞാൻ പലപ്പോഴായിട്ടും എനിക്ക് ഡ്രീം ഇങ്ങനെ കാണും, ഞാനിങ്ങനെ ചിറകിലിങ്ങനെ പറന്ന് നടക്കുന്നതിനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീംസ് കാണാറുണ്ട്. അങ്ങനെ എനിക്ക് ചിറകുണ്ട്, ഞാനിങ്ങനെ പറന്ന് നടക്കുന്ന ഒരുപാട് എപ്പോഴും കാണുന്ന ഒരു ഡ്രീമാണ്. വൺ ഓഫ് ദ കോമൺ ഡ്രീം ഐ എവർ ഹാഡ് ഇതാണ്. പിന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് ആയിക്കന്നെ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് ദേശങ്ങളും ഒക്കെ കാണാൻ പറ്റുമല്ലോ. സോ മൈഗ്രേറ്ററി ബേർഡ്സ് ആയാൽ മതി, അങ്ങനെ ഒരു എനിമൽ ആവണമെങ്കിൽ. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള മൈഗ്രേറ്ററി ബേർഡ്സ്. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വേറൊരു ക്വസ്റ്റ്യനും കൊണ്ടിട്ട് സോറി. ഹൗ വുഡ് യു ഡിസ്ക്രൈബ് എ പെർഫെക്റ്റ് ഡേ? എൻ്റെ പെർഫെക്റ്റ് ഡേൻ്റെ ഒരു ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു തിങ്സ് ടു ഡു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ഒരു 5 or 10 പോയിന്റ്സ്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളത്. ഒരുപാട് പ്ലാനിങ് ഉള്ള വ്യക്തിയല്ല, പക്ഷെ എവറി മോർണിംഗ് ഐ മേക്ക് എ ടു ഡു ലിസ്റ്റ്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്തും. ഞാൻ എങ്ങനെ ഹോളിഡേയ്സ് ആണെങ്കിലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ഫൈനൽ ഇങ്ങനെ രാത്രി ഉറങ്ങാൻ നേരം കിടക്കുമ്പോൾ ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. എന്തെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഐ അഷ്യൂർ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭയങ്കര സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണെന്ന് തോന്നുന്നു.
ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഒരു ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും അടക്കി ഒതുക്കി വെക്കുകയെങ്കിലും ചെയ്യും. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ വേറെ എന്തെങ്കിലും Q&A ക്വസ്റ്റ്യൻ ആയിട്ട് Q&A എന്തായാലും സെഗ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഗെറ്റ് ടു നോ അബൌട്ട് മീ, മോർ അബൌട്ട് മീ. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ പേരിങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഇതുവരെ എവിടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഈ സെഗ്മെന്റ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നന്ദി. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.